അപ്പോൾ വെൽക്കം ബാക്ക് ടു അക്വൻ കമ്പനി. ഇന്നലത്തെ ഫ്ലോപ്പായി പോയ മൗണ്ട് ഫുജി യാത്രയുടെ എല്ലാ സങ്കടവും തീർത്ത് നമ്മുടെ യഥാർത്ഥ മൗണ്ട് ഫുജി യാത്രയുടെ വീഡിയോ ആണ് തുടങ്ങുന്നത്. ഇന്നലത്തെ കാറ്റും മഴയും പല്ലിരിക്കുന്ന തണുപ്പും പോരാത്തതിന് ജപ്പാൻകാരുടെ ട്രാവൽ സസ്പെൻഷനും ഒക്കെ കാരണം മൗണ്ട് ഫുജി അണ്ണനെ കാണാതെ തിരിച്ചു വന്ന ക്ഷീണം തീർത്ത് ഇന്ന് ഒഡാവാരയിലെ വെതർ ഫോർകാസ്റ്റിൽ വിശ്വസിച്ച് നമ്മളിതാ മൗണ്ട് ഫുജി കാണാൻ പോവുകയാണ്. ഈ ഒഡാവാര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ തീരുന്ന ഒരു റൂട്ട് മാപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് ടിപ്പിക്കലി ഇറ്റ് ഇസ് നോൺ ആസ് ഹക്കോനെ ഗോൾഡൻ ലൂപ്പ്. ഇത് ഈ പറയുന്ന ഒഡാവാര എന്നറിയപ്പെടുന്നത് ഈ ഹക്കോനെ ടൗൺഷിപ്പിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ്. അപ്പോൾ ഈ ഹക്കോനയിലെ തന്നെ പല പോയിന്റ്സിലൂടെയാണ് ഈ മനോഹരമായ മൗണ്ട് ഫുജിയുടെ വ്യൂസ് നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ടാവുക. അതൊക്കെ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹക്കോനെ ഗോൾഡൻ ലൂപ്പിൽ ട്രാവൽ ചെയ്യാൻ എടുക്കേണ്ട പാസ്, അതിന്റെ റൂട്ടിനെ പറ്റി കൂടുതലുള്ള അറിവുകൾ ഒക്കെ ഞാൻ മുന്നേ ടോപ്പായി പോയ മൗണ്ട് ഫുജി യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് മൗണ്ടൻ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളത്. അതിൽ കയറിയപ്പോൾ തന്നെ ഇന്നലെ കണ്ടതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരുന്നത്. ചിത്രം വരച്ച് വെച്ച പോലെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന പോലുള്ള കാഴ്ചകളായിരുന്നു ജനാലയോട് നോക്കിയപ്പോൾ കാണാൻ കിട്ടിയത്. ഇന്നലെ ഉണ്ടായ ഇടിയും മഴയും കാറ്റും ഒന്നുമായി ഒരു ബന്ധമില്ലാത്ത തെളിഞ്ഞ ആകാശവും സ്പ്രിംഗ് സീസണിൽ നിന്ന് സമ്മർ സീസണിലോട്ട് പോകുന്ന ജപ്പാനിലെ ഒരു സുഖമുള്ള തണുപ്പുള്ള സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് നമുക്ക് ജപ്പാൻ സമ്മാനിച്ചത്. അത് അനുഭവിക്കുമ്പോൾ ആ കാലാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണുമ്പോണ്ടായിരുന്ന സുഖവും സന്തോഷവും ഒക്കെ എനിക്ക് വളരെ കാവ്യാത്മകമായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ആ കാവ്യാത്മകമായിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കുണ്ടായ പെരുത്ത് സന്തോഷം ഞാൻ പെരുത്ത് സന്തോഷിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്കും കാണുമ്പോൾ അത്രയൊന്നും കിടിലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഇത്തിരിയൊക്കെ മനസ്സിലാകുന്നുണ്ട് അതിന്റെ ഭംഗിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രകൃതി മരണീയമായ കാഴ്ചകൾ കണ്ടിരിക്കുന്ന ആശാന്റെ എൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ അക്കൂസ്. അപ്പോൾ അക്കൂസ് പറഞ്ഞിരിക്കുന്നത് മൗണ്ട് ഫുജി അണ്ണനെ കാണുമ്പോൾ മാത്രം അവളെ വിളിച്ചാൽ മതി, രാവിലെ 6:30 യാത്രയിൽ കക്ഷി അത്ര ഇമ്പ്രസ് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ തന്നെ ആദ്യത്തെ മൗണ്ടൻ ട്രെയിനായ ഗോര സ്റ്റേഷനിലോട്ട് പോകുന്ന മൗണ്ടൻ ട്രെയിനിലാണ്. അവിടെ ചെന്ന് ഗോര സ്റ്റേഷനിൽ നമ്മൾ സോസാൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് കേബിൾ കാറിൽ പോകും. അപ്പോൾ കേബിൾ കാറിൽ നിന്ന് സോസാനിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ റോപ്പ് വേയിൽ പോകും. റോപ്പ് വേ പോകുന്നത് പല ആക്റ്റീവ് വോൾക്കാനോസിന്റെ മുകളിൽ കൂടിയാണ്. പോയി നമ്മൾ നേരിട്ട് മൗണ്ട് ഫുജി അണ്ണനെ കാണും, അവിടുത്തെ പല അത്ഭുതങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് അഷി ലേക്കിൽ പോയി അവിടുത്തെ ക്രൂസ് ഷിപ്പിൽ പോയിട്ട് മൗണ്ട് ഫുജി അണ്ണനെ കാണും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അന്നേ ദിവസത്തെ ആദ്യത്തെ ട്രെയിൻ സർവീസിൽ തന്നെ ഗോര സ്റ്റേഷനിലെത്തി. ഇനി ആദ്യത്തെ കേബിൾ കാർ സർവീസിൽ കയറി നമ്മൾ സോസാൻ സ്റ്റേഷനിൽ പോകും. അപ്പോൾ അതുവരെ നമ്മൾ ഗോര ടൗണിൽ ഇത്തിരി ഒന്ന് കറങ്ങി. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഹോട്ട് സ്പ്രിംഗ് ആണ്, അതായത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ചൂടുള്ള വെള്ളമുള്ള അരുവികൾ. അത് ഈ തണുത്ത കാലാവസ്ഥയിൽ അത് ഒഴുകി പോകുമ്പോൾ ആവി പറത്തിക്കൊണ്ടാണ് പോകുന്നത്. അതാണ് ഈ കാണുന്നത്. അക്കൂസ് അതിന്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ തണുത്ത കാലാവസ്ഥയിൽ അതിന്റെ പുറത്തൊക്കെ നിൽക്കാനും ഒരു സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗോര ടൗൺ. വളരെ മനോഹരമായ ഒരു വില്ലേജ് ആണോ അല്ല ടൗൺ ആണോ എന്ന് ചോദിച്ചാൽ ടൗൺ ആണ്, വില്ലേജ് ആണോ എന്ന് ചോദിച്ചാൽ വില്ലേജ് ആണോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ കേബിൾ കാറിൽ കയറി സോസാനിലോട്ട് പോവാണ്. ഓക്കെ, ഈ യാത്രയിലും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ജനാല നമുക്കായി കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഈ ഹക്കോനെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആയിരുന്നു. ആ ഏരിയ, ആ വോൾക്കാനോ പൊട്ടിത്തെറിക്കുകയും ഒരു കുറെ കാലം ആക്റ്റീവായി അവിടെ ഈ ലാവയൊക്കെ ഒഴുകി ആക്റ്റീവായിരുന്ന ഈ സ്ഥലത്ത് ഒരു വലിയൊരു ബേസിൻ പോലുള്ള ഒരു ഷേപ്പിൽ അത് ഡോർമെന്റ് ആയിട്ട്, കാൽഡറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിൻ ഷേപ്പിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വോൾക്കാനോ എല്ലാം കൊളാപ്സ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു മേജർ ഇറപ്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ലാൻഡ് ഫോം ഉണ്ടാവുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഹക്കോനെ ടൗൺഷിപ്പ്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ്, ഈ ടൗണിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് സ്പ്രിങ്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനടിയിൽ, ഭൂമിക്കടിയിലുള്ള വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ, അതായത് ഭൂഗർഭ ജലത്തിനെ ചൂടാക്കിയിട്ടാണ് അത് പല ക്രാക്കുകളിലൂടെ എസ്കേപ്പ് ചെയ്ത്, ആ ചൂടുവെള്ളം എസ്കേപ്പ് ചെയ്ത് നമ്മുടെ ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുമ്പോഴാണ് ഈ ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്.
ആ വെള്ളം ഭൂമിയിലെ അടിയിലുള്ള അതിയായ പ്രഷറിലും ചൂടിലും നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭൂമിക്കടിയിലെ പല മിനറൽസും ആ വെള്ളത്തിൽ ഇൻഫ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മെഡിസിനൽ വാല്യൂ അല്ലെങ്കിൽ മനുഷ്യന് അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസവും ഇതിനെ ശാസ്ത്രീയമായി തെളിയിച്ചതും ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ വോൾക്കാനോവും ഹോട്ട് സ്പ്രിങ്ങിനെ പറ്റി പറയുന്നതിനിടയിൽ നമ്മുടെ റോപ്പിയിൽ കയറി. ഇന്നലെ കാലാവസ്ഥയൊക്കെ കാരണം നമുക്ക് കയറാൻ പറ്റാതെ പോയ ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ കയറി കണ്ണിന് മുമ്പിലുള്ള അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് അന്തവിടുകയും ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ ഓർത്ത് എക്സൈറ്റഡ് ആവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് അക്കോനെ ടൗൺഷിപ്പിന്റെ ഒരു ഉയർന്ന ഭാഗം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾക്കാനോയുടെ മുകളിലൂടെയാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇല്ല, ഫിസിബിൾ ആക്ടിവിറ്റീസ് ഈ ഭാഗത്തില്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉള്ള ഏരിയലിന്റെ മുകളിലൂടെ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതാ നമ്മുടെ മൗണ്ട് ഫുജി കണ്ടാ. ഈ ആളെ കാണാനാണ് നമ്മൾ ഇന്ന് 2 ദിവസമായിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോഴതാ സൈഡിൽ നമ്മുടെ വോൾക്കാനോ, ആക്റ്റീവ് വോൾക്കാനോ ആണ് താഴെ കാണുന്നത്. അതിന്റെ സൾഫർ ഗ്യാസസും സൾഫർ ക്രിസ്റ്റൽസും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഈ കാൽഡറ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡോർമൻ കാൽഡറ സിസ്റ്റം, പണ്ട് പൊട്ടിത്തെറിച്ച വോൾക്കാനോയുടെ ഗർത്തമാണിത്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള സൾഫർ റിസർവ്സ് ഉണ്ട് ജപ്പാന്. അതിൻ്റെയൊക്കെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വോൾക്കാനിക് ആക്ടിവിറ്റി നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. പുകയായിട്ടും പുറത്തിറങ്ങിയാൽ ഇതിന്റെ സൾഫറിന്റെ സ്മെല്ലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റും. പക്ഷെ അതിനിടയിൽ നമ്മൾ അത്ഭുതമായ മൗണ്ട് ഫുജി എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നതിൽ എല്ലാ അത്ഭുതങ്ങളും ഒരുമിച്ച് എൻ്റെ കണ്ണു മുമ്പ് കൊണ്ടുവച്ചിട്ട് ഞാൻ എങ്ങോട്ട് നോക്കുന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അഴകിയ രാവണിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ അവിടെ പാല് കാച്ചൽ ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കണം. മൗണ്ട് ഫുജി, വോൾക്കാനോ, മൗണ്ട് ഫുജി, ഇതെല്ലാം. അങ്ങനെ നമ്മൾ ഒവാക്കുഡായി എത്തി. ഇനി ഒവാക്കുഡായി എത്തിയോണ്ട് നിന്നും ഇരുന്നും നടന്നും ഒക്കെ മൗണ്ട് ഫുജി എണ്ണനെയും കാണാം, നമ്മുടെ ആക്റ്റീവ് വോൾക്കാനോയും കാണാം. കമോൺ, ലെറ്റ്സ് സീ. ദോ മൗണ്ട് ഫുജി എണ്ണൻ, ദോ. അപ്പൊ നമ്മള് റോപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവാണ്. അപ്പൊ പുറത്ത് പോയി ഇറങ്ങിയിരിക്കുന്നത് ഡോർമൻ കാൽഡറ വോൾക്കാനിക് സിസ്റ്റത്തിന്റെ ആ ഒരു വലിയ ബേസിൻ കണക്കുണ്ടെന്ന് പറഞ്ഞ ഒരു ഗർത്തമില്ലേ, അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ എന്ന് വെച്ചാൽ ആക്റ്റീവ് സൾഫർ ക്രിസ്റ്റൽസ് ഇങ്ങനെ പുകയുന്നതാണ്. അത് നല്ല സൾഫറിന്റെ സ്മെല്ലുണ്ട്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടൂലല്ലോ, ഞാൻ കുറെ വലിച്ചു കയറ്റിയിരുന്നു. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ മൗണ്ട് ഫുജിന്റെ പല രൂപത്തിലുള്ള വ്യൂസ്, ഓരോരോ സൈഡിൽ ഓരോരോ രീതിയിലുള്ള വ്യൂസ് ഒക്കെ ഇവിടെ കാണാൻ കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ വോൾക്കാനോ എണ്ണൻ, മറ്റേ സൈഡിൽ മൗണ്ട് ഫുജി എണ്ണൻ. അങ്ങനെ രണ്ടുപേരും നമ്മളെ കാഴ്ചകൾ തന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് ഒവാക്കുഡായി. ഈ ഒവാക്കുഡായിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ആചാരമാണ് ഇവിടുത്തെ ബ്ലാക്ക് എഗ്സ് അഥവാ കുറോ ടമാഗോ കഴിക്കുക എന്നുള്ളത്. ഇതൊന്ന് കഴിച്ചാൽ ആയുസ് 7 വർഷം വെച്ച് കൂടുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇങ്ങനത്തെ മനോഹരമായ വിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു കുറച്ച് കുറോ ടമാഗോ. ഈ കുറോ ടമാഗോ എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങിയ മുട്ടയാണ്. ഈ പുഴുങ്ങിയ മുട്ട എവിടെ ഇട്ട് പുഴുങ്ങുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ ഇട്ടാണ് പുഴുങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലാക്ക് കളറാവുന്നത്, അല്ലാണ്ട് പെയിന്റ് അടിച്ചതല്ല. അതിന്റെ ശാസ്ത്രം ഞാൻ ഇതിന്റെ ലാസ്റ്റ് മുട്ട തിന്നുന്ന ഭാഗത്ത് വിശദമാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്രയുടെ താരമായ മൗണ്ട് ഫുജി അണ്ണന്റെ അടുത്ത് നിന്നും നിവർന്നും ഇരുന്നും ഒക്കെ നമ്മൾ ഒത്തിരി ഫോട്ടോ എടുത്തു. ഫോട്ടോ ഒന്നും വീഡിയോയിൽ തള്ളണ്ടാത്തത് കൊണ്ട് തള്ളുന്നില്ല. സോ നമുക്ക് മൗണ്ട് ഫുജി അണ്ണനെ കുറച്ച് കാണാം, കുറച്ച് വിശേഷം പറയാം. മൗണ്ട് ഫുജി ജപ്പാന്റെ നാഷണൽ ഐക്കൺ ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതിന്റെ ജോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു പദവി മൗണ്ട് ഫുജിക്ക് കിട്ടിയത്. പിന്നെ മൗണ്ട് ഫുജിയുടെ ഒരു ക്ലിയർ വ്യൂ ഇതുപോലെ കാണുക എന്നുള്ളത് ഇസ് പ്യുവർലി ലക്ക് എന്നാണ് പറയപ്പെടുന്നത്. കാര്യം വളരെ രാവിലെ ഒരു 10:30-ക്ക് ശേഷം, രാവിലെ 10:30-ക്ക് ശേഷം മൗണ്ട് ഫുജിയുടെ ഒരു വ്യൂവും കിട്ടില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പിന്നെ കിട്ടുന്നതൊക്കെ ഭാഗ്യവാന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്നാണ്. ഇപ്പം തന്നെ നേരത്തെ കണ്ടതിൽ നിന്നും തെളിഞ്ഞ കാഴ്ചകളൊക്കെ കുറഞ്ഞു മൗണ്ട് ഫുജിയുടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച ഒരു വോൾക്കാനോയുടെ മുകളിലാണ്. ഇന്നും അതിലെ വോൾക്കാനിക് മിനറൽ ആക്ടിവിറ്റീസ് ഇവിടെ തീർന്നിട്ടില്ല, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൾഫറൊക്കെ. അപ്പോൾ ആ കാഴ്ചയിലൊക്കെ ഉണ്ടായ അത്ഭുതം എന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ചുകൊണ്ടേയിരുന്നു, കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ. ഇനി നമ്മൾ ഒവാക്കുഡയിൽ നിന്ന് റോപ്പ് വേ വഴി അഷി ലേക്കിലോട്ട് പോവുകയാണ്. അഷി ലേക്കും മൗണ്ട് ഫുജി എന്ന പോലെ തന്നെ വളരെ മനോഹരമായ ജപ്പാനിലെ ഒരു കാഴ്ചയായിട്ട് കരുതപ്പെടുന്ന സ്ഥലമാണ്. നമ്മൾ വെറുതെ അഷി ലേക്ക് കാണല്ല, അഷി ലേക്കിലൂടെ ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്.
ഈ ക്രൂസ് ഷിപ്പിലൂടെ പോകുമ്പോൾ നമുക്ക് മൗണ്ട് ഫുജിയുടെ ഇപ്പോൾ കണ്ട തരത്തിലല്ലാതെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല അഷി ലേക്കിന്റെ കരകളിലുള്ള മനോഹരമായ കാഴ്ചകളും അതിന് ചുറ്റുമുള്ള കാടും ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഒഡാവാരയിൽ തിരിച്ചു പോകണം. അതാണ് അടുത്ത നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ അഷി ലേക്ക് സ്റ്റേഷനിലെത്തി. ഇതാ നമ്മൾ സ്പീഡിൽ നടന്ന് പുറത്തുപോയി ക്രൂസ് ഷിപ്പ് കയറാൻ ഓടുകയാണ്. അപ്പം ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് ഒക്കെ ഒരു ശരിക്കും അത് കാഴ്ചകളാണോ അതോ ഒരു പെയിന്റിംഗ് ആണോ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഭംഗിയിൽ അത് ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതം മാത്രമല്ല, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ നമുക്ക് സന്തോഷം പകരുന്നു അറിയല്ലോ. അത്തരം ഒരു സന്തോഷമായിരുന്നു ഈ കാഴ്ചകൾക്കൊക്കെ ഇടയിൽ എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ നേരെ മുന്നിലുള്ളതാണ് നമ്മുടെ ക്രൂസ് ഷിപ്പ്. നമ്മൾ കയറാൻ പോകുന്ന ക്രൂസ് ഷിപ്പ്. നമ്മൾ ക്യൂലാണ്, ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, കമോൺ. വെള്ളത്തിന്റെ തെളിമയൊക്കെ കണ്ടിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഇത്രയും തെളിമയുണ്ടോ എന്ന് വിചാരിച്ചു. ഈ ലേക്ക് മുഴുവനും ഇങ്ങനെയാണ്. ഈ ലേക്ക് അങ്ങനെ ആവട്ടെ, ഓടകൾ പോലും അങ്ങനെയാണ്. വൃത്തിയുടെ കാര്യത്തിൽ ജപ്പാനെ തോപ്പിക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രൂസ് ഷിപ്പിൽ കയറി. വളരെ രാജകീയമായ ഭംഗിയേക്കാളേറെ നമുക്കൊരു റോയൽ ഫീൽ തരുന്ന ഒരു ഷിപ്പാണിത്. അപ്പൊ ഇങ്ങനെ കയറി 3 നിലയുണ്ട്. കയറി ഒരു സ്റ്റെപ്പിലെത്തിയപ്പോൾ എനിക്ക് നമ്മുടെ ടൈറ്റാനിക്കിൽ കണ്ട സ്റ്റെപ്പൊക്കെ ഓർമ്മ വന്നു. അതിൽ ഈ റോസും ജാക്കും കൈ പിടിച്ച് നിന്ന സ്റ്റെപ്പേ, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആശാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഫോട്ടോ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മൗണ്ട് ഫുജിയെ കാണാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ മുകളിൽ കയറിയപ്പോൾ ചുറ്റും പിന്നെയും നമ്മളെ അത്ഭുതപ്പെടുത്തി അന്തം വിളിപ്പിക്കാൻ മനോഹരമായ കാഴ്ചകൾ. ഇതോ ആ കാണുന്നതാണ് അത്ര വാട്ടർ ബസ്. അത് കരയിലെത്തുമ്പോൾ റോട്ടിലൂടെ ഓടുന്ന ബസ്സാവും. ഇവിടെ ഇപ്പോൾ വെള്ളത്തിൽ ഓടുന്ന ബസ്. ഏത് ആംഗിളിൽ ക്യാമറ തിരിച്ചാലും അതിമനോഹരമായ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ 2ാമത്തെ നിലയിലോട്ടൊന്ന് ഇറങ്ങി ചെന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രെയിം ആയിട്ടുള്ള വിൻഡോസ് ആണ്. അത് എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിം മാത്രമായിട്ട് നോക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് ഒരു പെയിന്റിങ് അവിടെ വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തള്ളി. അത് പിന്നെ ഫോട്ടോസ് വീഡിയോ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിലെ റെസ്റ്റോറൻറ്റ്, ഇതാണ് ഇതിലെ ടോയ്ലറ്റ് ആയാലും റെസ്റ്റോറൻ്റ് ആയാലും ഇത് വെള്ളത്തിലൂടെ ഒഴുകുന്ന ഒരു ബോട്ടാണെന്നുള്ള അല്ലെങ്കിൽ ഷിപ്പാണെന്നുള്ള യാതൊരു കുറവും അവർ വരുത്തിച്ചിട്ടില്ല. പുറത്തുള്ളതിനേക്കാളും ഗംഭീരമായ ഫെസിലിറ്റീസ് ആണ് ഈ ഷിപ്പിൻ്റെ ഉള്ളിലുള്ളത്. അത് ഇരിക്കാനായാലും കിടക്കാനായാലും തിന്നാനായാലും ഇനി ടോയ്ലറ്റിൽ പോകാനായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൗണ്ട് ഫുജി അണ്ണൻ അതാ എത്തി നോക്കുന്നു. അപ്പോൾ എത്തി നോക്കിയപ്പോൾ നമ്മൾ പിന്നെയും മൗണ്ട് ഫുജി അണ്ണൻ്റെ ഫോട്ടോസ് എല്ലാവരും എടുക്കാൻ അടുത്ത് തിരക്കായി. നമ്മളും പല ആംഗിൾസ് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബെസ്റ്റ് ആംഗിൾസിൽ കുറച്ചധികം ഫോട്ടോ എടുത്തു. ആ ഫോട്ടോസും വീഡിയോയിൽ തള്ളണ്ടല്ലോ. മൗണ്ട് ഫുജിയുടെ പലതരം വ്യൂസ് നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മൗണ്ട് ഫുജിയെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കാണണം. ലേക്ക് അഷിയിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ അവിടെ വരെയുള്ള ഹോട്ടലിലെത്തി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ബ്ലാക്ക് എഗ്സ്, അതായത് കുറോട്ടമാഗോ കഴിക്കുകയാണ്. ഈ കുറോട്ടമാഗോയിൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യം എന്തൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊറോട്ടമാവ് എങ്ങനെ ബ്ലാക്ക് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിച്ചല്ല. ഓക്കെ, അത് ഈ ഹോട്ട് സ്പ്രിങ്ങിലുള്ള മിനറൽ റിച്ച് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളത്തിൽ പുഴുങ്ങുന്നത് കൊണ്ട് ഇതിലുണ്ടാകുന്ന റിയാക്ഷൻ കാരണമാണ്. സൾഫറും അയണും അടങ്ങിയിരിക്കുന്ന ഈ വെള്ളം കാൽഷ്യം, ഈ മുട്ടത്തോടുള്ള കാൽഷ്യമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം സൾഫൈഡ് ഉണ്ടാവുകയും അതാണ് ഇതിന് നിറം കൊടുക്കുന്നത്. പിന്നെ ഉള്ളിലുള്ള മുട്ട നമ്മുടെ സാധാരണ പുഴുങ്ങിയ മുട്ടയുടെ ടേസ്റ്റ് ആണ്. പിന്നെ മാത്രമല്ലല്ലോ, പൊറോട്ടമാവ് കഴിച്ചു കഴിഞ്ഞാൽ 7 വർഷം ആയുസ് കൂടും എന്നാണ് ജപ്പാൻകാർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മത്സരിച്ച ആയുസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ഒന്നും യാതൊരു വ്യത്യാസമില്ല. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇതും ഒരു ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രാവൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുറോട്ടമാഗോ ടേസ്റ്റ് ചെയ്ത് മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇഷ്ടമായി. പിന്നീട് നമ്മൾ ഒഡാവാരയിൽ നിന്ന് നമ്മുടെ അടുത്ത ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള ഹിരോഷിമയിലേക്കും ഒസാക്കയിലോട്ടൊക്കെ പോകാനുള്ള യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്ന ആ സമയത്ത് ഗോൾഡൻ വീക്ക് ആയിരുന്നു, ജപ്പാനീസ് ഗോൾഡൻ വീക്ക്. അതിൻ്റെ സെലിബ്രേഷൻസ് ആയിരുന്നു റോഡ് സൈഡിലും റോഡിലും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ജപ്പാൻകാരുടെ കൂടെ നിന്ന് കുറച്ച് കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ ഒഡാവരയിൽ പോയി ഷിൻകാസൻ അഥവാ ബുള്ളറ്റ് ട്രെയിനിൽ കയറി ഇരുന്നപ്പോൾ അതാ പിന്നെയും നമ്മുടെ മൗണ്ട് ഫുജി നമ്മളെ കാണാൻ
ജനലിന്റെ അപ്പുറത്ത് നിൽക്കുന്നു. സി, മൗണ്ട് ഫുജി കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ യാത്ര തുടരുന്നു. നിങ്ങൾ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.